ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ LSS എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിലെ യൂണിറ്റ് 7 തുല്യമായതും ബാക്കി വന്നതും എന്ന പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 5 കൊണ്ട് നിശ്ലേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഉത്തരം 1ന്റെ സ്ഥാനത്ത് 0 അല്ലെങ്കിൽ 5 ഉണ്ടാകും. രാമുവിന് 7 കൂട്ടുകാരുണ്ട്. കയ്യിലെ മിഠായി എല്ലാവർക്കും തുല്യമായി ഭാഗിച്ചപ്പോൾ ഒരു മിഠായി ബാക്കി വന്നു. എത്ര മിഠായി കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും സമമായി വിതരണം ചെയ്യാം? ഉത്തരം 6 മിഠായി. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 10 ഹരണഫലവും 4 ശിഷ്ടവും കിട്ടി എങ്കിൽ സംഖ്യ ഏതാണ്? ഉത്തരം ഹരണഫലമായി കിട്ടിയ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 50 കിട്ടും. അതിലേക്ക് ശിഷ്ടം വന്ന 4 കൂട്ടുക. അപ്പോൾ 54 കിട്ടും. അതാണ് സംഖ്യ. ഒരു പാൽ സൊസൈറ്റിയിൽ 232 ലിറ്റർ പാലാണ് ഒരു ദിവസം ശേഖരിക്കുന്നത്. ഇത് 5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രങ്ങളിലേക്ക് മാറ്റിയാൽ എത്ര ലിറ്റർ ബാക്കി വരും? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു 1ന്റെ സ്ഥാനത്ത് 0 5 വന്നാൽ 5 കൊണ്ട് നിശ്ലേഷം ഹരിക്കാമെന്ന്. ഇവിടെ 232 ലിറ്റർ പാലാണ് 5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രങ്ങളിലേക്ക് മാറ്റിയത്. അപ്പോൾ 230 ലിറ്റർ പാല് 5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രങ്ങളിലേക്ക് മാറ്റാം. ബാക്കി 2 ലിറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഉത്തരം 2 ലിറ്റർ. ബാക്കി വരുന്നത് 2 ലിറ്റർ പാലാണ്. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? അതായത് ഇതിൽ ചോദിച്ചിരിക്കുന്നത് 6ന്റെ ഗുണിതമായ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണെന്നാണ്. ഉത്തരം 102. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? ഉത്തരം 101. 2 അക്ക സംഖ്യകളിൽ 1ന്റെ സ്ഥാനത്ത് 0 വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? ഉത്തരം 9. 280നെ 280 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? ഉത്തരം 1. രാജു 9 രൂപയുടെ 16 പേനകൾ വാങ്ങി. ഇതേ തുകയ്ക്ക് 6 രൂപയുടെ പേനകളാണ് വാങ്ങുന്നതെങ്കിൽ എത്ര പേന ലഭിക്കും? രാജു 9 രൂപയുടെ 16 പേനകളാണ് വാങ്ങിയത്. അപ്പോൾ രാജുവിന് ചിലവായ തുക 9 × 16 120.
44 രൂപയാണ് രാജുവിന് ആകെ ചിലവായത്. ഇതേ തുകയ്ക്ക്, അതായത് 144 രൂപയ്ക്ക് 6 രൂപയുടെ എത്ര പേനകളാണ് വാങ്ങിയതെന്നാണ് ചോദ്യം. അതായത് 6 ഇൻറ്റു എത്ര പേനകളാണ് നമുക്കറിയില്ല. അപ്പോൾ പേനകൾ എന്നെഴുതാം. 6 ഇൻറ്റു പേനകൾ സമം 144. എത്ര പേനകളാണ് വാങ്ങിയതെന്നറിയാൻ വേണ്ടിയിട്ട് പേനകൾ സമം 144 ഇവിടെ ഗുണിക്കണം 6 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം 6 ആകും. അപ്പോൾ പേനകൾ 144 ഹരിക്കണം 6. ഉത്തരം 24 പേനകൾ. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം 4875 ആണ്. സംഖ്യ ഏത്? ആദ്യം നിങ്ങളിത് പഠിക്കണം. ഒരു സംഖ്യയുടെ മുക്കാൽ എന്ന് പറയുമ്പോൾ 3 ഹരിക്കണം 4. ഒരു സംഖ്യയുടെ അരഭാഗം ആണ് പറയുന്നതെങ്കിൽ 2 ഹരിക്കണം 4, അതായത് 1/2. ഇനി ഒരു സംഖ്യയുടെ കാൽ ഭാഗം എന്നാണ് പറയുന്നതെങ്കിൽ 1 ഹരിക്കണം 4. അപ്പോൾ മുക്കാൽ ഭാഗം 3 ഹരിക്കണം 4, അരഭാഗം 2 ഹരിക്കണം 4 അഥവാ 1 ഹരിക്കണം 2, 1/2. കാൽ ഭാഗം 1 ഹരിക്കണം 4. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം 4875 ആണ്. അപ്പോൾ സംഖ്യ ഏത്? ഇതിൻ്റെ ഉത്തരം കാണാനായിട്ട് മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 3/4 ആണ്. അതിനെ ആ സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യാം, ഗുണിക്കാം 4875 ഉണ്ട്. ഉത്തരം 6500. ആ സംഖ്യ 6500 ആണ്. അതിൻ്റെ മുക്കാൽ ഭാഗമാണ് 4875. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ കാൽ ഭാഗം 1650 ആണ്. എന്നാൽ സംഖ്യ ഏത്? അപ്പോൾ കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 1 ഹരിക്കണം 4 ആണ്. ഇൻറ്റു ആ കാൽ ഭാഗം സംഖ്യ എഴുതാം. അപ്പോൾ 1 ഹരിക്കണം 4 ഗുണിക്കണം 1650. ഉത്തരം 6600. ഒരു ക്ലാസ് ഫോട്ടോയിൽ കുട്ടികളും ക്ലാസ് ടീച്ചറും കൂടി 37 പേരുണ്ട്. മുക്കാൽ ഭാഗം കുട്ടികളും നിൽക്കുകയാണ്, ബാക്കി കുട്ടികൾ ഇരിക്കുകയാണ്. എത്ര കുട്ടികളാണ് ഇരിക്കുന്നത്? ക്ലാസ് ഫോട്ടോയിൽ കുട്ടികളും ക്ലാസ് ടീച്ചറും കൂടി 37 പേരാണ്. അപ്പോൾ കുട്ടികൾ 36 പേരാണ്. അതിൽ മുക്കാൽ ഭാഗം കുട്ടികളും നിൽക്കുകയാണ്, ബാക്കി കുട്ടികൾ ഇരിക്കുകയാണ്. മുക്കാൽ ഭാഗം കുട്ടികൾ നിന്നാൽ ഇരിക്കുന്ന കുട്ടികൾ കാൽ ഭാഗം ആയിരിക്കും. അപ്പോൾ കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 1 ഹരിക്കണം 4 ആണ്. 1 ഹരിക്കണം 4 ഇൻറ്റു 36. ഉത്തരം 9. അപ്പോൾ ഇരിക്കുന്ന കുട്ടികൾ 9 പേരാണ്. ഇനി നിൽക്കുന്ന കുട്ടികൾ എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. മുക്കാൽ ഭാഗം കുട്ടികളാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ 3 ഹരിക്കണം 4 ഇൻറ്റു 36 ചെയ്യാം. ഇനി ഒരു ചോദ്യം. റാണി 7 രൂപ വിലയുള്ള 72 പേനകൾ വാങ്ങി. ഇതേ തുകയ്ക്ക് 8 രൂപയുടെ എത്ര പേനകൾ വാങ്ങാം? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. റാണി 7 രൂപ വിലയുള്ള 72 പേനകൾ വാങ്ങി. ഇതേ തുകയ്ക്ക് 8 രൂപയുടെ എത്ര പേനകൾ വാങ്ങാം?
അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങളിത് ചെയ്തിട്ട് ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ഈ ഉത്തരം ചെയ്ത് കമൻറ്റിൽ അറിയിക്കാം.